ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. അങ്ങനെ 18-ാം തീയതി 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേരള അടിസ്ഥാന വിവരങ്ങൾ തൊട്ട് കംപ്ലീറ്റ് എല്ലാ പോർഷൻസും ഉൾപ്പെടുത്തിയിട്ട്, അതായത് PSC ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരളം രൂപീകൃതമായത്. ആൻസർ 1956 നവംബർ 1. കേരളം രൂപീകൃതമായത് 1956 നവംബർ 1. 2, കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. 3, വിസ്തീർണാടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. 4, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, അതായത് വിസ്തീർണാടിസ്ഥാനത്തിൽ ആലപ്പുഴ. വിസ്തീർണാടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടും വിസ്തീർണാടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. 5, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. അപ്പോൾ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയോ? അത് വയനാട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവും കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാടുമാണ്. 7, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ്. 8, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ലയാണ് തിരുവനന്തപുരം. 9, കേരളത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തെ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കിഴക്കേ അറ്റത്തെ ജില്ല ഇടുക്കി. അതുപോലെ 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തെ ജില്ല ആലപ്പുഴ. ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡും തെക്കേ അറ്റം തിരുവനന്തപുരം, കിഴക്കേ അറ്റം ഇടുക്കി, പടിഞ്ഞാറേ അറ്റം ആലപ്പുഴ. 11, കേരളത്തിലെ ജില്ലകളുടെ എണ്ണം. ആൻസർ 14. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. 12, കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 78. 13, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. 14, കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. 15, കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. ഒന്നുകൂടി പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14ഉം താലൂക്കുകളുടെ എണ്ണം 78ഉമാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 14ഉം ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20ഉമാണ്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9ഉമാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം. 17, കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആന. 18, കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. 19, കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. 20, കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങ്. ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളം, സംസ്ഥാന മൃഗം ആന, കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ, അതുപോലെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന, സംസ്ഥാന വൃക്ഷം തെങ്ങ്. 21, കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. 22, കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ചക്ക. 23, കേരളത്തിൻ്റെ സംസ്ഥാന പാനീയം ഇളനീർ. 24, കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ബുദ്ധമയൂരി. 25, കേരളത്തിൻ്റെ സംസ്ഥാന പൈതൃക മൃഗം ആന. ഒന്നുകൂടി നോക്കാം. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീനും സംസ്ഥാന ഫലം ചക്കയും സംസ്ഥാന പാനീയം ഇളനീരുമാണ്. സംസ്ഥാന ശലഭം ബുദ്ധമയൂരി. കേരളത്തിൻ്റെ സംസ്ഥാന പൈതൃക മൃഗം ആന. 26, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 27, കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ. 28, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. 29, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ആൻസർ വേമ്പനാട്ടുകായൽ.
കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. 30. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ആൻസർ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. 31. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടി. 32. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയും അതിൻ്റെ ഉയരം 2695 മീറ്ററുമാണ്. 33. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജില്ല ഇടുക്കി. 34. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജില്ല ഇടുക്കിയും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതവുമാണ്. 35. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. 36. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. 37. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. 38. കേരളത്തിലെ ആദ്യ കടുവാ സങ്കേതവും പെരിയാറാണ്. 2 പോയിന്റുകളാണ് പ്രധാനമായിട്ടും പഠിച്ചത്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതവും പെരിയാറാണ്. കേരളത്തിലെ ആദ്യ കടുവാ സങ്കേതവും പെരിയാറാണ്. 39. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ ജൈവ മണ്ഡല സംരക്ഷിത പ്രദേശമാണ് നീലഗിരി. കേരളത്തിലെ ആദ്യ ജൈവ മണ്ഡല സംരക്ഷിത പ്രദേശമാണ് നീലഗിരി. 41. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. 42. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ. 43. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ആൻസർ ഇടുക്കി അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട്. 44. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 45. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം. ആൻസർ 1940. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. അത് ആരംഭിച്ച വർഷം 1940. 46. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് മലമ്പുഴ. 47. കേരളത്തിലെ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ടാണ് ബാണാസുര സാഗർ. 48. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ മണ്ണണക്കെട്ടായ ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. 49. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. ആൻസർ കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട. ഈ കല്ലട പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. കല്ലട പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. 51. കേരളത്തിലെ ആദ്യ സർവകലാശാല. ആൻസർ കേരള സർവകലാശാല. 52. കേരള സർവകലാശാല സ്ഥാപിതമായത്. ആൻസർ 1937. 53. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ്. ആൻസർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല. അത് ആരംഭിച്ച വർഷം 1937. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. കേരളത്തിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ്. 55. കേരളത്തിലെ ആദ്യ വനിതാ കോളേജ് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ്. കേരളത്തിലെ ആദ്യ വനിതാ കോളേജാണ് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ്. 56. കേരളത്തിലെ ആദ്യ പത്രം. ആൻസർ രാജസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജസമാചാരം. 57. രാജസമാചാരം പ്രസിദ്ധീകരിച്ചത്. ആൻസർ ഹെർമൻ ഗുണ്ടർട്ട്. രാജസമാചാരം പത്രം പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. 58. കേരളത്തിലെ ആദ്യ മലയാള ദിനപത്രം. ആൻസർ മലയാള മനോരമ. കേരളത്തിലെ ആദ്യത്തെ മലയാള ദിനപത്രമാണ് മലയാള മനോരമ. 59. മലയാള മനോരമ സ്ഥാപിച്ചത്. ആൻസർ കണ്ടത്ത് വർഗീസ് മാപ്പിള. കേരളത്തിലെ ആദ്യ മലയാളം ദിനപത്രമായ മലയാള മനോരമ സ്ഥാപിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. 60. കേരളത്തിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത്. ആൻസർ ബെഞ്ചമിൻ ബെയ്ലി.
കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലി. 61. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര്? ആൻസർ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. 62. കേരളത്തിലെ ആദ്യ ഗവർണർ? ആൻസർ ബർഗുല രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യ ഗവർണറാണ് ബർഗുല രാമകൃഷ്ണ റാവു. 63. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി? ആൻസർ KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് KR ഗൗരിയമ്മ. 64. കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി? ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരിയമ്മയാണ്. 65. കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ? ആൻസർ R ശങ്കരനാരായണൻ തമ്പി. 66. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്? ആൻസർ PT ചാക്കോ. 67. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956. 68. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചി. ഇതിൽ പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടും ആദ്യ ഗവർണർ ബർഗുല രാമകൃഷ്ണ റാവുവും കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി KR ഗൗരിയമ്മയുമാണ്. കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ R ശങ്കരനാരായണൻ തമ്പിയും കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോയും കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 ഈ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയാണ്. 69. കേരളത്തിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 1957. 70. കേരളത്തിലെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 1957. കേരളത്തിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതും കേരളത്തിലാണ്. വർഷം 1957. 71. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്? ആൻസർ ശ്രീനാരായണ ഗുരു. 72. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത്. 73. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം? ആൻസർ വെങ്ങാനൂർ. 74. അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ്. 75. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്? ആൻസർ 1924. 76. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ക്ഷേത്ര പരിസരത്തെ പൊതുവഴിയിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരത്തെ പൊതുവഴികളിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം. 77. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? ആൻസർ 1931-32. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931-32 വർഷങ്ങളിൽ. 78. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ്? ആൻസർ K കേളപ്പൻ. 79. ചന്നാർ ലഹള നടന്നത്? ആൻസർ 19-ാം നൂറ്റാണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് K കേളപ്പൻ. ചന്നാർ ലഹള നടന്നത് 19-ാം നൂറ്റാണ്ട്. 80. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് ആര്? ആൻസർ ശ്രീനാരായണ ഗുരു. അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു. 81. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല? ആൻസർ എറണാകുളം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല എറണാകുളം. 82. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല? ആൻസർ എറണാകുളം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല എറണാകുളം. 83. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം? ആൻസർ 1991. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷം 1991. 84. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം? ആൻസർ കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം. 85. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ല? ആൻസർ പാലക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയാണ് പാലക്കാട്. 86. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച പഞ്ചായത്ത്? ആൻസർ കണ്ണാടി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച പഞ്ചായത്ത് ആണ് ആൻസർ കണ്ണാടി.
87 കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ ജില്ല. ആൻസർ എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ ജില്ലയാണ് എറണാകുളം. 88 കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. ആൻസർ എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് എറണാകുളം. 89 കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത ജില്ല. ആൻസർ വയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത ജില്ലയാണ് വയനാട്. 90 കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. ആൻസർ പെരിഞ്ഞനം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പെരിഞ്ഞനം. 91 കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം. ആൻസർ ഏകദേശം 590 കിലോമീറ്റർ. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളമാണ് ഏകദേശം 590 കിലോമീറ്റർ. 92 കേരളത്തിലൂടെ ഒഴുകുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. ആൻസർ 41. കേരളത്തിലൂടെ ഒഴുകുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണമാണ് 41. 93 കേരളത്തിലൂടെ ഒഴുകുന്ന കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലൂടെ ഒഴുകുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 44ഉം കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3ഉമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. 95 കേരളത്തിലെ ഏറ്റവും വലിയ നദീതടം. ആൻസർ പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദീതടമാണ് പെരിയാർ. 96 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം. ആൻസർ വേമ്പനാട്ട് റെയിൽ പാലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് വേമ്പനാട്ട് റെയിൽ പാലം. 97 കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം. ആൻസർ തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം. 98 കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 99 കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ. ആൻസർ കൊച്ചി. 100 കേരള പിറവി ദിനം നവംബർ 1. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരവും കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവുമാണ്. കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ കൊച്ചി മെട്രോ റെയിലും കേരള പിറവി ദിനം നവംബർ 1-മാണ്. ഇതോടെ ഈ അധ്യായത്തിൽ, അതായത് കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ എന്ന അധ്യായത്തിലെ PSC ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.